അയ്യോ അല്ല ഡോക്ടറെ, അതെന്റെ ബാഗിൽ എടുത്ത് വെച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ അതെവിടെ പോയെന്ന് അറിയാത്ത. ഇത്രയും ഗുരുതരാവസ്ഥയിലുള്ള ഈ മോനെയും കൊണ്ട് നിങ്ങൾ ഇത്ര ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? എന്റെ ഡോക്ടറെ, ഇവനെയും കൊണ്ട് തനിച്ച് ഞാൻ അവിടെ എന്ത് ചെയ്യാനാ? സഹായത്തിന് പോലും അത്ര പറയത്തക്ക ആരുമില്ല. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. ഓ, സാക്ഷാൽ മൂകാംബിക ദേവിയെ അഭയം പ്രാപിച്ചാൽ അമ്മ എന്റെ കുഞ്ഞിന് സുഖപ്പെടുത്തൂന്ന് വിചാരിച്ചു. ഓ, മൂകാംബിക ദേവിയിൽ അഭയം പ്രാപിച്ചു വന്നതാണല്ലേ? അതെ ഡോക്ടറെ. ഒന്നുമില്ലെങ്കിലും ശിവപ്രിയ മോളുടെ അസുഖം ഭേദമായത് ഈ പുണ്യ നഗരത്തിൽ വന്ന ശേഷമല്ലേ? അതുപോലെ എന്റെ മണിക്കുട്ടന്റെ കാര്യത്തിലും എന്തെങ്കിലും അത്ഭുതം സംഭവിക്കല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഞങ്ങള് മെനിഞ്ഞാന്ന് വന്നതാ ഡോക്ടർ. എന്നിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുതോ? ചോദിച്ചത് കേട്ടില്ലേ? ഡോക്ടർ, അത് പിന്നെ ശരിക്കും ഇവിടെ വന്നിട്ട് ഒന്നിനും സമയം കിട്ടിയില്ല. ഓ, അമ്പലത്തിൽ ചെന്ന് ദേവിയോട് നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരല്പം തഞ്ചവും സാവകാശവും വേണ്ടേ? ഇവിടെ ഈ പിള്ളേരുടെ നോട്ടവും എല്ലാം ഞാൻ വന്ന ശേഷം എനിക്കാ. തിരുമേനി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിപ്പോ നിങ്ങൾ വന്നില്ലെങ്കിലും മോന് വേണ്ടി തിരുമേനി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമല്ലോ. വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇതുവരെ ദേവിയെ തൊഴാൻ പോവാത്തത് എന്താ? ഞാൻ പോവാം ഡോക്ടറെ. വൈകിട്ട് ദീപാരാധനയ്ക്ക് പോവാം. എനിക്ക് വേണ്ടി പോണ്ട, സ്വയം തോന്നിയാ പോയാ മതി. ഡോക്ടറെ, എന്റെ ഹൃദയം മണിച്ചേട്ടന് മാറ്റി വെക്കാൻ പറ്റുമോ? മോളെ, അരുത്, അങ്ങനെയൊന്നും പറയരുത്. മോളോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? കുഞ്ഞുങ്ങൾ കേൾക്കി എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല. അവൾ ഇതെങ്ങനെ അറിഞ്ഞെന്ന് പോലും എനിക്കറിയില്ല. അമ്മ പറഞ്ഞതല്ല ഡോക്ടർ, അമ്മയും അച്ഛനും കൂടെ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടതാ. ശിവക്കുട്ടിയുടെ ഹൃദയം എനിക്ക് വെച്ച് പിടിപ്പിച്ചൂടെ എന്ന് അമ്മ ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടതാ.